ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചെമ്മീൻ റോസ്റ്റാണ്. ഇത് ഏകദേശം 1 കിലോളം ചെമ്മീനുണ്ട്. അല്പം വലിയ ചെമ്മീനാണിത്. ചെറിയ ചെമ്മീനും ഈ സെയിം റെസിപ്പി തന്നെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. അപ്പോൾ ചെമ്മീനൊക്കെ ഞാൻ ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ചെറിയ ഉള്ളിയാണ് എടുത്തേക്കുന്നത്. ഏകദേശം ഒരു 300 ഗ്രാം ചെറിയ ഉള്ളി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു 10-20 വെളുത്തുള്ളി, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി അത് ഇതേപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക് അത് ഞാനിവിടെ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീനിലേക്ക് ഇതേപോലെ 2 പീസാക്കി മുറിച്ച് ചെമ്മീനിലേക്ക് ഇട്ട് കൊടുക്കാം. വലിയ ചെമ്മീനായതുകൊണ്ട് തന്നെ ഞാനിവിടെ ഒരു ചെറിയൊരു പീസ് കൊടംപുളി കൂടെ ഈ ചെമ്മീനിലേക്ക് ഇടുന്നു. ഇതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർക്കാം. അത് കഴിഞ്ഞിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ എല്ലാം മിക്സ് ചെയ്ത് അതിന് ശേഷം നമുക്ക് അടുപ്പിൽ വെച്ചിട്ട് ഇത് വേവിക്കുക. ഇതിന് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഈ ചെമ്മീനിൽ നിന്ന് തന്നെ ഇതിലേക്കുള്ള ആവശ്യമുള്ള വെള്ളം വന്നോളും. ഇനി മൂടി വെച്ച് നമുക്ക് വേവിക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 3 തക്കാളി എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ എടുത്തു വെച്ച് 300 ഗ്രാമോളം വരുന്ന ഉള്ളി ഇതേപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുക്ക് ചെയ്യാനുള്ള ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കാം. ചട്ടി ഏകദേശം ചൂടായി വരുമ്പോഴേക്കും നമുക്ക് പാകത്തിന് വെളിച്ചെണ്ണ, ഏകദേശം ഒരു 4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ വെളിച്ചെണ്ണയൊന്ന് നന്നായി ചൂടായി കഴിയുമ്പോഴേക്കും നമുക്ക് ഓരോ ചേരുവകളായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഈ ചെറിയ ഉള്ളി നല്ലതുപോലെ വഴന്ന് കിട്ടണം. നന്നായി വഴന്ന് കഴിയുമ്പോഴാണ് നമ്മൾ ബാക്കിയുള്ള സാധനങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. ഈ സമയം നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുള്ള ചെമ്മീൻ ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം. അതിൽ വെള്ളമൊന്നും നമ്മൾ ചേർത്തിട്ടില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിൽ നിന്ന് വെള്ളം വന്നോളും. ഇനി അത് മൂടി വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. ചെറിയ ഉള്ളി വഴലാൻ വെച്ചത് ഇടയ്ക്കിടയ്ക്ക് നമുക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കണം. കാര്യം ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. പാകത്തിന് ഉപ്പ് ഒരു അല്പം കൂടി ചേർത്ത് കൊടുത്താൽ വേഗം വഴന്ന് കിട്ടും. ഇനി മൂടി വെച്ചിട്ട് ഇതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് തുറന്ന് ഇളക്കി കൊടുക്കാം. ചെറിയ ഉള്ളിയുടെ സ്ഥാനത്ത് സവാള എടുത്തിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ചെറിയ ഉള്ളി ആകുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടും. അതുകൊണ്ടാണ് ഞാനിവിടെ ചെറിയ ഉള്ളി എടുത്തിരിക്കുന്നത്. ലോ ഫ്ലെയിമിലിട്ട് വഴറ്റാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിയൊക്കെ കരിഞ്ഞു പോകും. നമ്മൾ വേവിക്കാൻ വെച്ച ചെമ്മീൻ നോക്കിയേ, ഇതിൽ വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുത്തില്ല. ഇതിൽ നിന്ന് തന്നെയാണ് വെള്ളം വരുന്നത്. പിന്നെ ചെമ്മീൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ 1 കിലോ എടുത്താൽ അതിൻ്റെ തോടും തലയൊക്കെ പോയി കഴിയുമ്പോഴേക്കും വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. ഇതിലുള്ള വെള്ളമൊക്കെ വന്ന് ഇതിപ്പോൾ ഏകദേശം പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓഫ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് നമ്മുടെ ചുവന്നുള്ളി വഴറ്റാനിട്ടേക്കുന്നത് നല്ലതുപോലെ വഴന്നോന്ന് നോക്കാം. ഇത് ഏകദേശം നല്ലതുപോലെ വഴന്നിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അകത്തുള്ള പൊടികൾ, അതായത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും അങ്ങനെ ഓരോന്നായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഞാനൊരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചെറിയ ഉള്ളിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ആക്കി. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെമ്മീൻ വേവിക്കാനായിട്ട് എടുത്തപ്പോഴേക്കും അതിലും മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് മഞ്ഞൾപ്പൊടി ആയിട്ടുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു ടേസ്റ്റ് മാത്രം മുൻപിൽ നിൽക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത്രയും മതിയാകും. ഇനി നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ഞാനിവിടെ 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്തേക്കുന്നത്. മുളക് പൊടിയും നല്ലതുപോലെ ഒന്ന് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ഇതിൻ്റെ പ്രധാന ഒരു ഇൻഗ്രീഡിയൻ്റാണ് കുരുമുളക് പൊടി. കുരുമുളക് പൊടി ഏകദേശം ഒരു 2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. കുരുമുളക് പൊടി ഒരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കും കേട്ടോ ചെമ്മീൻ കറിക്ക്. പ്രത്യേകിച്ച് ചെമ്മീൻ, അതേപോലെ കണവ ഇല്ലേ, കൂന്തൽ, അതൊക്കെ കുരുമുളക് പൊടിയുടെ ടേസ്റ്റ് മുമ്പിൽ നിൽക്കണം. നല്ല ഒരു ടേസ്റ്റ് കിട്ടും. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഈ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് അലറുന്നത് വരെ നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് ഇത് മൂടി വെച്ചിട്ട് വേവിക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാനായിട്ട് നമ്മൾ മറക്കരുത്. കാര്യം കരിഞ്ഞു പോവാതെ കിട്ടണമല്ലോ നമുക്ക്. അപ്പം മൂടി വെച്ചിട്ട് നമുക്ക് വേവിക്കാം. ഇടയ്ക്ക് ഞാനിപ്പോൾ തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഇടയ്ക്ക് നിങ്ങൾ തുറന്ന് നോക്കി ഇളക്കി പല പ്രാവശ്യം ലോ ഫ്ലെയിമിൽ നിന്ന് മാറ്റരുത്. കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിൽ നമുക്ക് ടേസ്റ്റി ആയിട്ട് കിട്ടണമല്ലോ. ഞാൻ വീണ്ടും മൂടി വെച്ചിട്ട് വീണ്ടും തുറന്ന് അങ്ങനെ
നിങ്ങൾ പല പ്രാവശ്യമായിട്ട് ഇളക്കി നോക്കിയതിന് ശേഷം ഇതിപ്പോൾ നന്നായിട്ടൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെ ഒരു പരുവത്തിലാവണം. ഈ തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്തുടഞ്ഞിട്ടുണ്ട്. ഇത്രയും ഒരു പരുവമായി കഴിയുമ്പോഴാണ് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചെമ്മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ചെമ്മീനിൽ നിന്ന് വന്ന വെള്ളമാണത്. അപ്പോൾ അത് ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. ഒരു പ്രത്യേക ടേസ്റ്റാണത്. കാര്യം വേറെ വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് നമുക്ക് ഇതൊന്ന് പരുവത്തിലാക്കിയെടുക്കുക. കുറുകുന്ന ഒരു പരുവം, ഒരുപാട് വെള്ളം പോലെ വേണ്ട, നല്ലൊരു കുറുക് പരുവത്തിലാക്കി എടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടാലും നിങ്ങൾ ഇടയ്ക്ക് ഇളക്കാൻ മറക്കരുത് കേട്ടോ, കാര്യം കരിഞ്ഞു പോവരുത്. അപ്പം നമുക്കിതിനിപ്പം മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. നമ്മൾ മൂടി വെച്ചിട്ട് ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ തുറന്ന് ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂണോളം ഗരം മസാല ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ ഗരം മസാല ഇപ്പോൾ ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു ഫ്ലേവർ നമുക്ക് ഒരു ടേസ്റ്റി കിട്ടും. അതായത് വഴറ്റുന്ന സമയത്ത് ചേർക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ നല്ലതായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് ഈ ഒരു ടൈമിൽ ചേർക്കുന്നതാണ്. ഇനി നമുക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്തിട്ട് നന്നായി ഇളക്കിയിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ഒന്നും കൂടെ ഇതൊരു കുറുക് പരുവമായി കഴിയുമ്പോഴേക്കും നമുക്ക് എടുക്കാൻ പറ്റും. നമ്മുടെ എല്ലാം പാകമായിട്ടുണ്ടാവും. അത്രയും സമയം കൊണ്ട് മൂടി വെച്ചിട്ട് നമുക്കൊന്ന് കുറുക്കിയെടുക്കാം. ഇതിപ്പോൾ ഞാൻ മൂടിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് നോക്കിയതാണ്. ഇത് കണ്ടോ, നല്ല കുറുക്കി നല്ല പാകമായിട്ടുണ്ട്. നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഈ റെസിപ്പി ചെറിയ ചെമ്മീനിലും ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുത്. ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ. ട്രൈ ചെയ്ത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇത് ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും എന്തിൻ്റെ ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം.